ഹലോ എവരി വൺ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഐ മിസ് മോസ്റ്റ് അബൌട്ട് ഇന്ത്യ എന്നുള്ളതാണ് കേട്ടോ. അതായത് ഞാൻ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് താമസമാക്കിയിട്ട് മിസ്സായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തികച്ചും എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്ട്ലി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് മറ്റൊരാൾക്ക് തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ചിലർക്കെങ്കിലും ഇതെല്ലാം ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ യൂറോപ്പ് എന്നല്ല, ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട് ചേക്കേറിയ എല്ലാവർക്കും ഇത്തരം മിസ്സിങ്ങുകളൊക്കെ തോന്നാം. ഇനി വരാനിരിക്കുന്നവർക്ക് ഇതൊരു ഇൻഫർമേഷനായിട്ടും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് സമയത്ത് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. മിസ്സിങ്ങിൻ്റെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ് തന്നെയാണ്. ഇത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കോമൺ ആയിട്ട് തോന്നാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളിവിടെ താമസിക്കുന്നത്, ഞാൻ എൻ്റെ വൈഫും കുട്ടിയും കൂടിയാണ് താമസിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പേരൻസ്, അതുപോലെ സിബ്ലിങ്സ്, ഇവരെല്ലാം നാട്ടിലാണ്. കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മിസ്സിങ് തോന്നുന്നത് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ പറ്റിയാണ്. നമുക്കിവിടെ എത്ര ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് പറഞ്ഞാലും, വെതർ എത്ര പ്ലസൻ്റ് ആണെന്ന് പറഞ്ഞാലും, നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ച് വർത്തമാനം പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം എന്തായാലും നമുക്ക് ഇവിടെ വല്ലാതെ മിസ് ചെയ്യും. അത് നമുക്ക് ഈ പറയുന്ന ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മിസ്സിങ് ആണ്. അതുപോലെ നാട്ടിലെ മാരേജ് ഫങ്ഷൻസ്, മറ്റ് ഫങ്ഷൻസ്, ഗെറ്റ് ടുഗദേഴ്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള മീറ്റിങ്സ്, ഇതെല്ലാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്കിവിടെ എത്ര നമ്മൾ വീഡിയോ കോളിൽ നമ്മളതിനെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്കത് സാധ്യമാവില്ല. വീഡിയോ കോളൊക്കെ നമുക്കൊരു പരിധി വരെ അവരെ കാണാം, അത്രയുള്ള അതും അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ റിയലായിട്ട് നമ്മൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല കേട്ടോ. നമ്മളെപ്പോലെ തന്നെ അവർ മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ റിയലായിട്ട് ആ ഒരു സ്ഥലത്തുള്ളതും വീഡിയോ കോളിൽ ചെന്ന് നമ്മൾ 4 വർത്തമാനം പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് ആണ്. ഇനി മിസ്സിങ്ങിൻ്റെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്ന കാര്യം ഫുഡാണ് കേട്ടോ. ഇതും ഒട്ടുമിക്ക ആളുകൾക്കും മിസ്സിങ് തോന്നുന്ന സംഗതിയാണ്. അതായത് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മളിവിടെ വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും ഒരുവിധ സാധനങ്ങളൊക്കെ. പക്ഷെ എന്നാലും 100% കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഗതികളും ഇവിടെ കിട്ടില്ല. നമ്മൾ വെച്ച് കഴിക്കാം, നമുക്ക് നാട്ടിലെ പോലെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും നാട്ടിൽ വെച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലുണ്ടാക്കുന്ന ആ ഒരു സുഖം, ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടില്ല. പിന്നെ അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തട്ടുകട ഫുഡാണ് കേട്ടോ. തട്ടുകട ഫുഡ്, ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ കൊള്ളിയും ബീഫും അതുപോലെ തന്നെ ആ കാടമുട്ട മസാലയും കാട ഫ്രൈയും ഇതൊന്നും നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നാട്ടിലത്തെ സ്പെഷ്യലാണ്. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിരുന്ന സംഗതി ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വക ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ആ തട്ടുകടയിൽ പോയിരുന്ന് ആ റോഡ് സൈഡിലിരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീലും നമുക്ക് എത്ര വീട്ടിലുണ്ടാക്കി കഴിച്ചാലും നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. അതൊരു പ്രത്യേക ഫീലാണ്. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മിസ്സാവും. പിന്നെ വീട്ടിൽ നമുക്ക് എന്തും ഉണ്ടാക്കാം, വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ റോഡ് സൈഡിൽ ഇരുന്ന് കഴിക്കുന്ന ഫീല്, അത് കിട്ടില്ല കേട്ടോ. പിന്നെ കാടയൊന്നും ഇവിടെ ഇല്ല തോന്നുന്നു കേട്ടോ. കാടൻ്റെ മീറ്റൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. അതുപോലെ അതിൻ്റെ എഗ്ഗും ഇവിടെ കാണാറില്ല. സോ അതിവിടെ ഇല്ല തോന്നുന്നു. അതിപ്പോൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലുണ്ടോയെന്ന് അറിയില്ല. സ്വിറ്റ്സർലാൻഡിൽ ഇതുപോലെ നോർമൽ ഷോപ്പിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഏഷ്യൻ സ്റ്റോറിലും കാണാറില്ല. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ആരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അതായിരിക്കാം. അപ്പോൾ അതൊരു വലിയ മിസ്സിംഗ് ആണ് കേട്ടോ. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ മിസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ. നമ്മുടെ വിഷു, ഓണം, അതുപോലെ തന്നെ പെരുന്നാൾ, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് ആരും സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണലി നമ്മുടെ വീടുകളിൽ സെലിബ്രേറ്റ് ചെയ്ത്, കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ആ ദിവസം അവിടെ അവധിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എല്ലാവർക്കും ജോലിയായിരിക്കും. സോ അതങ്ങനെ ആഘോഷിക്കാൻ ഇവിടെ അതിനുള്ളൊരു സ്കോപ്പ് ഇല്ല കേട്ടോ. അത് വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവധിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലോട്ടും എല്ലായിടത്തും പോകുന്ന ഒരു സമയമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓണമായാലും വിഷു ആയാലും എല്ലാം, ഇപ്പോൾ പെരുന്നാളാണെങ്കിലും എല്ലാം. ഇപ്പോൾ ക്രിസ്മസ് ഇവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ നാട്ടിലെ ഒരു ക്രിസ്മസ് കരോളിൻ്റെ പരിപാടികളും വീട്ടിലോട്ട് കരോൾ വരുന്ന പരിപാടികളും അതുപോലെ തന്നെ ചുറ്റും സ്റ്റാർസ് ഇങ്ങനെ കെട്ടി തൂക്കുന്ന പരിപാടി, അത്രയും വീടുകളിൽ മൊത്തം, നമ്മുടെ ഇവിടെയൊക്കെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വീടുകളിൽ മൊത്തം സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ.
ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് അത്തരം ചില ഏരിയകളിൽ അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടെന്നല്ലാണ്ട് അങ്ങനെ എല്ലായിടത്തും പൊതുവെ സ്റ്റാർസ് തൂക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രീ അല്ലെങ്കിൽ പുൽക്കൂട് ഒരുക്കുക അതൊന്നും അത് ഉണ്ടായിരിക്കും, ചില ഏരിയകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ ആ ഒരു മൂഡ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഇവിടെ കാണാറില്ല. പിന്നെ ഓണം വിഷു അതൊന്നും ഇവിടെ ഇല്ല. ചിലപ്പോൾ മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ, അവിടെയൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഈ ഷോർട്ട് പീരീഡിൽ വന്ന ടീംസ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ അസോസിയേഷനിലൊന്നും മെമ്പേഴ്സൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അസോസിയേഷൻ പ്രോഗ്രാമുകളിലൊന്നും നമ്മൾ പങ്കെടുക്കാറുമില്ല, പോകാനുള്ള സാഹചര്യമില്ല. അല്ല പിന്നെ അത്ര അസോസിയേഷൻ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ പങ്കെടുത്താലും നമ്മൾ നാട്ടിൽ നമ്മൾ ആ മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കസിൻസിൻ്റെ കൂടെയും നമ്മുടെ ഫാമിലിയുടെ കൂടെയും സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലൊന്നും ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നെ സംബന്ധിച്ചോളം അതൊരു കറിക്കൊല്ലം നമ്മൾ വിഷു കഴിഞ്ഞു, വിഷു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ഫീലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കിത് തോന്നുന്നു അതെല്ലാം നമ്മുടെ വിഷു ആഘോഷമായാലും ഓണാഘോഷമായാലും ടി വിയിലും അതുപോലെ ഇൻസ്റ്റയിൽ റീല് കണ്ടും തീരും. കൂടുതലും അങ്ങനെയാണ് ചാൻസ് വരാൻ പോകുന്നത്. അപ്പോൾ അത് വല്ലാതൊരു മിസ് ചെയ്യും കേട്ടോ. നാട്ടിലത് ഇവിടെ സെലിബ്രേഷൻസ് ഇല്ല എന്നല്ല, ഉണ്ടായിരിക്കും, പക്ഷേ എന്നിരുന്നാലും നാട്ടിലെ ആ ഒരു രീതിയിൽ നമുക്കിവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ മിസ്സിങ് ആണ്. ഓണം വിഷു ഒക്കെ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ പൂക്കളിടുക ഓണത്തിന് ഇവ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ സെൽഫായിട്ട് ചെയ്യുന്നതാണല്ലോ. ഇവിടെ ഇപ്പോൾ അസോസിയേഷൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രോഗ്രാം ടൈമിൽ ഉണ്ടാവും എന്നല്ലാതെ ഇൻഡിവിജ്വലി നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പരിപാടി അതൊന്നും ഇല്ലല്ലോ. സോ അതൊക്കെ ഒരു വലിയൊരു മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ആഘോഷങ്ങളിലും ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ അതൊക്കെ വലിയൊരു മിസ്സിങ് ആയിരിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഷോർട്ട് ടൈമാണ്, പ്രശ്നമില്ല. എന്നാണോ നമ്മൾ നാട്ടിൽ പോകുന്നത്, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാം. ഈ ഒരു ഷോർട്ട് പീരീഡിലാണ്. സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇതൊന്നും കോമൺ ആയിട്ട് എല്ലാവർക്കും മിസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള, ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവാം, പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. 4ാമത്തെ പോയിന്റായിട്ട് എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഡ്രൈവിങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ എന്ത് തന്നെയായാലും ഓടിക്കാൻ വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ കാർസിനെയും ബൈക്സിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ എനിക്കതിന് സ്കോപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് നമുക്കിവിടെ 1 വർഷം വണ്ടി ഓടിക്കാം. നാട്ടിലെ ലൈസൻസ് ഇവിടെ കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ കൺവേർട്ട് ചെയ്തിട്ട്. കാരണം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മളതറിയാണ്ട് നമ്മൾ വണ്ടി എടുത്ത് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയമുള്ള കാരണം കൊണ്ട് തന്നെ നമ്മളതിന് മുതിർന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാർ റെൻറ്റിന് എടുക്കണമെങ്കിൽ പോലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് നിന്ന് റെൻറ്റിന് എടുത്താൽ മാത്രം റെൻറ്റിന് എടുക്കുകയാണെങ്കിലും മേടിക്കാൻ നമ്മൾ ചിന്തിക്കുക വേണ്ട. റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ പോലും നല്ല പൈസയാണ്. പിന്നെ അത് പാർക്കിങ്ങിന് വേറെ പൈസ കൊടുക്കണം, ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അത് ഇൻഷുറൻസ് ഇപ്പോൾ റെൻറ്റിന് എടുക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടി വരില്ല, പക്ഷെ എന്നാലും അത് പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. പിന്നെ മെയിൻ പ്രശ്നം റൂൾസ് അറിയാന്നുള്ളതാണ്. സോ അതറിയാത്ത കാരണം കൊണ്ട് നമ്മളതിന് മുതിരാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-15 എത്ര വർഷമായി ഉണ്ടാവും, ഏകദേശം ഒരു 10-14 വർഷമായിട്ട് ഞാൻ ഏകദേശം 15 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വണ്ടികൾ എത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. വണ്ടികളെ പ്രത്യേകിച്ച് എല്ലാ വണ്ടികളും ഇഷ്ടമാണ്, ഡ്രൈവിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വല്ലാത്തൊരു മിസ്സിങ് ആണ്. നമ്മുടെ വണ്ടികളെല്ലാം നാട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതെല്ലാം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ഇത് എല്ലാവർക്കും ഉണ്ടോ ചോദിച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ തോന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു വണ്ടി ഭ്രാന്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ശരിക്കും ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ 4ാമത്തെ മിസ്സിങ് ഡ്രൈവിങ് ആൻഡ് കാഴ്സാണ്. ഇനി 5ാമത്തെ എൻ്റെ മിസ്സിങ് എന്ന് പറയുന്നത്, മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവീസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനെ പറയാം. അപ്പോൾ നാട്ടിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഒരു മൂവി ഞാൻ കണ്ടു. ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങിയപ്പോൾ എമ്പുരാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് 16+ ആയിരുന്നു സർട്ടിഫിക്കേഷൻ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ കൊണ്ട് പോകാൻ പറ്റിയില്ല. നാട്ടിലാകുമ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകാറുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ 16+ നിയമം ഭയങ്കര കർശനമായിട്ട് നോക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എമ്പുരാൻ പോലത്തെ ഒരു പടമായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് പോയി കാണേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരു വട്ടം പോയി, അതുപോലെ വൈഫ് സെപ്പറേറ്റ് പോയി. അങ്ങനെയാണ് നമ്മൾ ഈ പടം കണ്ടത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പടമൊക്കെ മൂവിയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് പോയി എൻജോയ് ചെയ്യേണ്ട ഒരു മൂവിയായിരുന്നു. അതിനുശേഷം പിന്നെ തുടരും ഇറങ്ങി. പക്ഷെ അതവിടെ റിലീസ് ഉണ്ടോയെന്ന് പോലും നമ്മൾ നോക്കിയില്ല. കാരണം ഒരുമിച്ച് ചിലപ്പോൾ പോകാൻ പറ്റില്ല. അതിനും 16+ ആണെന്ന് അങ്ങനെ കേട്ടു സർട്ടിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നല്ല രീതിയിൽ മിസ് ചെയ്യും കേട്ടോ. സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അത്. നമുക്കത് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്കത് ഭയങ്കരമായി, നാട്ടിലായിരുന്നെങ്കിൽ നമുക്കത് നടന്നായിരുന്നു.
പക്ഷെ ഇവിടെ അത് നടന്നില്ല. പിന്നെ ആ ഒരു ഫീൽ ഇപ്പോൾ ഫാമിലിയായിട്ട് പോകാൻ പറ്റിയാലും എനിക്ക് തോന്നുന്നില്ല നാട്ടിലെ പോലെ ആ ഒരു ഫീൽ, ആ ഒരു എൻജോയ്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ PVR ലുലുവിൽ പോയിരുന്ന് കാണുകയാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ആ ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പോയിരുന്നപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ പോയി കണ്ടു. ഇവിടെ റിലീസായതിന് സെക്കൻഡ് ഡേ, സെയിം ഡേ തന്നെ ഇവിടെ റിലീസായിട്ടോ എമ്പുരാൻ മൂവി. അന്ന് ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. പക്ഷേ വലിയൊരു ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും സൈലൻ്റായിട്ട് ഇരുന്ന് പോയി. പിന്നെ ടിക്കറ്റിനാണെങ്കിൽ ഭയങ്കര പൈസയും. ടിക്കറ്റിൻ്റെ പൈസ കൊടുത്ത് അതിനുള്ള ക്വാളിറ്റി ഉള്ളത് തരുന്നുണ്ടോ വെച്ചാൽ എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്രയും ക്വാളിറ്റി ഉണ്ട്. ഞാൻ പോയി തിയേറ്ററിൽ അത്ര ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു നാട്ടിലെ തിയേറ്റേഴ്സാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. ഇവിടുത്തെ നല്ലൊരു തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ പോയത്. 4DX എന്ന് പറഞ്ഞ ടെക്നോളജിയിലുള്ള പാത്തെ എന്ന് പറയുന്ന തിയേറ്ററിൽ അവരാണ് ഇവിടെ അത് അവരുടെ തിയേറ്ററിലാണ് ഇവിടെ അത് പടം കളിച്ചിരുന്നത്. പക്ഷെ ആ ഒരു ആംബിയൻസോ ആ ഒരു ഫീലോ എനിക്ക് നാട്ടിൽ കാണുന്ന ആ ഒരു ഫീലൊന്നും ഇവിടെ കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഒറ്റയ്ക്കാണ് പോയത്, അത് വേറെ കാര്യം. അതിനിപ്പോൾ ഫാമിലിയായിട്ട് പോയാലും എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ പോയി കാണുന്ന ആ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുള്ളത്. അപ്പോൾ അതൊരു വല്ലാത്ത മിസ്സിങ് ആയിരുന്നു. ഇനി അടുത്ത മിസ്സിങ് എന്ന് പറയുന്നത്, ഇത് മിസ്സിങ് ആണോ അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ടോ ഒക്കെ കാണാം നമുക്ക് കേട്ടോ. അതിപ്പോൾ ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള കൺട്രി അല്ല, എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇവിടെ നമുക്ക് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഹോസ്പിറ്റൽസിൻ്റെ പകുതി ഹോസ്പിറ്റൽ പോലും ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന കൺട്രിയിൽ ഇല്ലാത്ത തോന്നുന്നു. കാരണം നമുക്കൊരു ബോർഡ് പോലും എവിടെയും കാണാറില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു ഹോസ്പിറ്റലിൻ്റെ ബോർഡ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. നമുക്ക് അതായത് ഇപ്പോൾ വലിയ ഹെവി ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കിട്ടുമില്ല എന്നല്ല, ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ കിട്ടുമില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഓടിച്ചെന്നാൽ നമുക്കൊരു നിസ്സാര അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കോ ഒന്നും, ഇപ്പോൾ നിസ്സാര അസുഖം, പനി, ചുമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും നമുക്ക് പെട്ടെന്ന് പോയിട്ട് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ എന്തെങ്കിലും വന്നാൽ തന്നെ, കുറച്ച് സിവിയറായിട്ട് വന്നാൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യും. പല വ്ളോഗുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ യൂറോപ്യൻ കൺട്രീസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. നല്ല രീതിയിൽ ലേറ്റ് ആവും. നമുക്കിതുവരെ പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ. പക്ഷെ പോയവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളത് കേട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിനുള്ള അവസരം ഉണ്ടാക്കാറില്ല. മാക്സിമം നമ്മൾ മെഡിസിൻസൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവൻ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ മോളുടെ രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണം കുട്ടികളുടെ കേസിന്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം അവിടെ ഡോക്ടർ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ ഒരു ഡോക്ടർക്ക് ഇത്ര പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടറെ കാണിക്കാം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ പുതിയ ഡോക്ടർ ചാർജ് എടുക്കട്ടെ എന്നിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമ്മൾ വന്ന സമയത്ത് തന്നെ ചെയ്താണ്. ഇപ്പോൾ ഏകദേശം 4-5 മാസം കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയില്ല. ഇനിയിപ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടേതായ രീതിയിൽ കെയർ ചെയ്തിട്ട് പേഴ്സണൽ കെയർ കൊടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ടും നാട്ടിൽ നിന്ന് മെഡിസിൻസ് അത്യാവശ്യത്തിന് കൊടുക്കുന്ന കാരണം കൊണ്ടും നമുക്കിതുവരെ പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കയ്യോ കാലോ ഓടി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയാണ് ഇവിടെ. അതൊരു ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എന്തൊരു അസുഖമായിട്ട് നമുക്ക് ഓടിച്ചെന്നാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഒന്നല്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ നമ്മുടെ പൈസയ്ക്കനുസരിച്ചുള്ള നിലവാരത്തിനനുസരിച്ച് നമുക്ക് വേണ്ട ഓപ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഈവൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ടൗൺ എന്ന് പറയുന്നത് കുന്നംകുളമാണ്. കുന്നംകുളം ആ ഒരു ടൗണിൽ തന്നെ ഒരു 4-5 ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഫെസിലിറ്റീസാണ് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസീസിൻ്റെ കാര്യത്തിൽ നമുക്കുള്ളത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ ബോർഡ് പോലും ചിലപ്പോൾ ജർമ്മനിൽ എഴുതി വെച്ചക്കാരുണ്ടാവും മനസ്സിലാവാത്തെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ ഒരു എംബ്ലം കാണണ്ടേ, അത് കണ്ടിട്ടില്ല എന്നല്ല, വളരെ റയറായിട്ട് അത് ഹോസ്പിറ്റൽ തന്നെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ക്ലിനിക്കുകളായിരിക്കും. കാരണം ഇവിടെ അത്രയേ ഉള്ളൂ, ഹെൽത്ത് കെയറിൻ്റെ ഒരു അവൈലബിലിറ്റി അത്ര തന്നെ ഉള്ളൂ ഫെസിലിറ്റീസ്. പക്ഷേ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. നമ്മളതിൽ പോയി അഡ്മിഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സർജറി വേണ്ടി വന്നൊരു എമർജൻസി സർജറി വന്നു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ ഇതുപോലെ മറ്റുള്ള ചിലവരുടെയൊക്കെ വ്ളോഗിൽ കണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റിന് വരെ 1 വർഷം എടുത്തു എന്നാണ് കേട്ടത്. ഇവിടെയല്ല കേട്ടോ, ഇറ്റലിയിൽ ഒരു ബ്ലഡ് ടെസ്റ്റിന് 1 വർഷം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും പൊതുവെ ഇവിടെയും. ചാൻസ് അങ്ങനെ തന്നെയാണ്. നമുക്ക് അനുഭവത്തേക്ക് വരാത്ത കാരണമാണ്. അപ്പോൾ അതൊരു നമ്മുടെ അനുഭവം വരുത്താത്തതാണ് കേട്ടോ. എപ്പോഴും നമുക്കൊരു പേടി ഉണ്ടാവും. കാരണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് പൊതുവെ യൂറോപ്യൻ കൺട്രീസിലുള്ളതാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് ഹെൽത്ത് കെയറിൻ്റെ വിഷയം. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നല്ല 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 രീതിയിൽ പൈസ പൊട്ടുന്ന കേസാണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഹെൽത്ത് കെയർ ഭയങ്കര മിസ്സിംഗ് ആണ് നമ്മുടെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് ഓടിച്ചെന്നാൽ കയറാൻ പറ്റുന്ന എത്രയോ ഹോസ്പിറ്റൽസും എത്രയോ ഡോക്ടേഴ്സും നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം. അപ്പോൾ അതൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. എപ്പോഴും നമുക്ക് പേടിയില്ലാണ്ട് താമസിക്കാൻ പറ്റും അവിടെ. ഇവിടെ ആ ഒരു മെഡിക്കൽ വിഷയത്തിൽ നമുക്ക് എപ്പോഴും ഒരു ചെറിയൊരു പേടി വെച്ചിട്ട് നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ 6ാമത്തെ മിസ്സിങ്.
അപ്പോൾ ഇത്രയായി 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് ഏകദേശം 6 മാസമായിട്ടുള്ളൂ. സോ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണിത്. ഞാൻ ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങളൊക്കെ ഫുഡ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്സ്, ഫാമിലി, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഇതെല്ലാം ഏതൊരു നാട്ടിൽ പോയാലും നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള പെർസ്പെക്റ്റീവ് ആയിരിക്കാം. അത് എല്ലാവർക്കും തോന്നിക്കൊള്ളുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നില്ല, ഓടിക്കാനൊക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ മൂവീസ്, അതൊക്കെ എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് അനുഭവങ്ങളിൽ നിന്നുണ്ടായുള്ള കുറച്ച് മിസ്സിങ്ങുകളാണ് അതൊക്കെ. അപ്പോൾ ഇതെല്ലാമാണ് എനിക്ക് പ്രധാനമായിട്ടും മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറ്റമല്ല കേട്ടോ. ഞാൻ ആ രാജ്യത്തിനെ ഒരിക്കലും കുറ്റം പറയില്ല. കേരളം വിട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്ന ഫീലിങ്സ് ആണിത്. കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ നമ്മളതുമായി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ നാടിനോടും വീടിനോടും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആളുകളോടും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളോടുമുള്ള ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇത്തരം നഷ്ടബോധങ്ങളൊക്കെ തോന്നുന്നത്. മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സെക്കൻഡ് സിറ്റിസനാണ്. സോ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും നമുക്ക് എന്തായാലും അവിടെ പോയി ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്തായാലും നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നാട് വിട്ടു പോവുക. മറ്റൊരു രാജ്യത്തോട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കും. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ട് വേണം മറ്റൊരു രാജ്യത്തോട്ട് പോകാൻ. ഓക്കെ. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് താഴെ രേഖപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ. ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ദിവസം കാണാം. ബൈ ബൈ.